വിവിധ മതസ്ഥർക്കിടയിൽ ഭൂമി കൈമാറ്റം നടക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി ആവശ്യമാക്കുന്ന നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അസം സർക്കാർ. ഈ തീരുമാനത്തിനുള്ള ക്യാബിനറ്റ് അനുമതിയും അസമിലെ BJP സർക്കാർ നൽകി കഴിഞ്ഞു. അതായത് അസമിൽ ഇനി ആർക്കെങ്കിലും ഭൂമി വാങ്ങണമെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിക്രമങ്ങളെന്ന് ചുരുക്കം. ഒരേ മതക്കാരാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷേ ഇതര മതസ്ഥരാണ് ഭൂമി കൈമാറ്റം നടത്തുന്നതെങ്കിൽ നിരവധി പരിശോധനകൾക്ക് ശേഷം അനുമതി ലഭിച്ചാൽ മാത്രമേ അത് നടക്കൂ. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. ഓഗസ്റ്റ് 27-നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപനം നടത്തിയത്. ഇതര മതസ്ഥർ തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് മുൻകൂർ അനുവാദം ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. സംസ്ഥാനത്തെ ഭൂമി ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പാക്കാനും മതപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നിയന്ത്രണമെന്നാണ് വാദം. അസമിന് പുറത്തുള്ള NGO-കൾക്കും സംസ്ഥാനത്ത് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ബാധകമാണെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. വ്യാഴാഴ്ചയാണ് ഇതിനുള്ള ക്യാബിനറ്റ് അംഗീകാരവും ലഭിച്ചത്. നിലവിൽ മതങ്ങൾക്കിടയിലുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പുതിയ നടപടിക്രമം വരുന്നതോടെ ഇത്തരം ഇടപാടുകൾ സർക്കാർ നിരീക്ഷണത്തിലായിരിക്കും നടക്കുക. ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ മുൻപ് അതിന്റെ വിശദാംശങ്ങൾ സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട്. ഇതര മതസ്ഥർ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തിൽ അസം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സൂക്ഷ്മമായി പരിശോധനയും നടത്തും. ഭൂമി വാങ്ങാനുള്ള പണത്തിന്റെ സ്രോതസ്സും നികുതി റിട്ടേൺസും അന്വേഷിച്ച ശേഷം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് മുൻകൂർ അനുമതി വേണ്ടിവരുമെന്ന് കഴിഞ്ഞ വർഷം ഹിമന്ത പറഞ്ഞിരുന്നു. തുടർന്ന് ഈ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിലും സമാന കാര്യം ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. പിന്നാലെയാണ് പുതിയ നടപടിക്രമം പ്രാബല്യത്തിൽ വരുന്നത്. ഇതേക്കുറിച്ചുള്ള പ്രഖ്യാപന സമയത്ത് കേരളത്തെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരുന്നു. ഇത്തരം അനുമതി കർശനമാക്കിയതിന് കാരണമായത് കേരളത്തിൽ നിന്നുള്ള ചില NGO-കളുടെ ഭൂമി വാങ്ങാനുള്ള ശ്രമങ്ങൾ കൂടിയാണെന്നാണ് അസം മുഖ്യമന്ത്രി പറയുന്നത്. സമീപകാലത്ത് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട NGO-കൾ കരിങ്കഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങാനുള്ള ശ്രമം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നിലുള്ള ഉദ്ദേശം വേറെയാകാമെന്നും ഹിമന്ത ആരോപിക്കുന്നു. ഭരണഘടനാ അനുച്ഛേദം 19 പൗരന് ഉറപ്പു നൽകുന്ന ഇന്ത്യയുടെ ഏത് പ്രദേശത്തും ഭൂമി കൈമാറ്റം നടത്താനുള്ള അവകാശത്തെയാണ് ഈ നടപടിക്രമങ്ങൾ വെല്ലുവിളിക്കുന്നതെന്ന് വിമർശകർ പറയുന്നു. ഭൂമി കൈമാറ്റത്തെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട്. മുസ്ലിങ്ങൾ ഭൂമി കയ്യേറി ജനസംഖ്യാ അനുപാതത്തിൽ മാറ്റത്തിന് ശ്രമിക്കുന്നുവെന്നും ലാൻഡ് ജിഹാദ് എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തുകയും ചെയ്ത വ്യക്തിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നതും സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട്. 2016-ൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ 15,270 കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെട്ടത്. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചായിരുന്നു അത്. ഇപ്പോഴും തുടരുന്ന വ്യാപക നിർബന്ധിത കുടിയിറക്കലുകൾ. ഇവരിൽ അധികവും മുസ്ലിങ്ങളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മധ്യ ലോവർ അസമിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ തലമുറയിലുള്ളവർക്ക് കഴിയാതെ പോയെന്നും വടക്കൻ അസമും ഹയർ അസമും അങ്ങനെയാകാൻ സമ്മതിക്കില്ല എന്നുമാണ് ഹിമന്തയുടെ അടുത്തിടെ നടത്തിയ പ്രഖ്യാപനം. മധ്യ ലോവർ അസം പ്രവിശ്യ എന്നത് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രവിശ്യകൾ മുസ്ലിങ്ങൾ തട്ടിയെടുത്തു എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ എല്ലാം ഹിമന്ത ചെയ്യുന്നത്. അങ്ങനെയിരിക്കെയാണ് പുതിയ നടപടിക്രമങ്ങൾ കൂടി പ്രാബല്യത്തിൽ വരുന്നത് എന്നത് ഈ കാര്യങ്ങളുടെയെല്ലാം സങ്കീർണത വർദ്ധിപ്പിക്കുന്നുണ്ട്.